സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. ഒരു തെരഞ്ഞെടുപ്പ് കരുതിയിട്ടല്ല, ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഗവൺമെന്റ് പ്രവർത്തിച്ചത്. അയ്യോ, ഞാനൊരു പാവം, സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കെടുതികളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നതായിരുന്നു 2016 LDF ഒന്നാമത്തെ കടമ. LDF വരും, എല്ലാം ശരിയാകും. എങ്ങനെ LDF വരും, എല്ലാം ശരിയാകും. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഈ എല്ലാം ശരിയാകുന്നുള്ള എല്ലാം എന്നതിന്റെ അർത്ഥം നാട്ടുകാർക്കെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. തകരാറായി കിടന്ന് ഞങ്ങൾ ശരിയാക്കി കൊണ്ടുവന്നു. കേറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല, അതാ എനിക്ക് പറ്റിയ തെറ്റ്. ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടി. ഞങ്ങൾ അഹങ്കരിച്ചില്ല. തുടർഭരണം നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ മന്ത്രിസഭ പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇറങ്ങി തിരിച്ചത്. ഇവരെ ഒന്ന് മുട്ടുകുത്തിച്ചിട്ട് കാര്യം. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, നികുതികൾ വെട്ടിക്കുറയ്ക്കുന്നു. കടമെടുക്കാനുള്ള അവകാശമില്ലാതാക്കുന്നു. ദേശീയപാതയ്ക്ക് 6950 കോടി കുത്തിരി പിടിച്ചു വാങ്ങിക്കുന്നു. ഇതെല്ലാം കേരളം കൊടുത്തു. എന്നിട്ടും കേരളം മുന്നേറിയല്ലേ? തല്ലുകൊണ്ടുകൊണ്ട് ഞാൻ തളരാതെ വളരും. ആർക്കും എന്നെ തടുക്കാനാവില്ല. ഒരു കൊല്ലം ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ ലാസ്റ്റ് വർഷത്തെ ചെലവ് 76,082 കോടി രൂപ മാത്രം. ഈ കഴിഞ്ഞ മാർച്ച് 31 ബാലഗോപാലിന്റെ 4ാം വർഷം പൂർത്തിയായപ്പോൾ 1,76,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ മാറി. ഇപ്പോൾ അത് 2 ലക്ഷം കോടിയുടെ ബഡ്ജറ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഭയങ്കരം തന്നെ. ഈ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ പ്രേരിപ്പിക്കുന്നത്. സാധ്യമാണ്. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. ഈ മുഴുവൻ സംഖ്യയും കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ചില തടസ്സം ഉണ്ടാക്കും. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. കുഞ്ഞുട്ടാശാരി ആരാണ് കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇപ്പോ അതായത് അടുത്ത തിങ്കളോ ചൊവ്വയോ നമ്മുടെ തദ്ദേശ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നതിന്റെ 2-3 ദിവസം മുമ്പ് ഈ പ്രഖ്യാപനം വരുന്നതുകൊണ്ട് കൂടിയാണല്ലോ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നല്ല ധനസ്ഥിതി ഉണ്ടെങ്കിൽ എന്തേ ഈ 1600 2500 ആക്കുമെന്ന പ്രഖ്യാപനം 4.5 വർഷം വരെ അനങ്ങാതിരുന്ന സർക്കാർ ഒരു മാസം മുമ്പ്, ഒരു സെപ്റ്റംബർ 25 ഈ പ്രഖ്യാപനം നടത്തുന്നില്ല? അതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്ത കടന്നാക്രമണം മൂലം പെൻഷൻ മുടങ്ങി. കേരളത്തിൽ 4-5 മാസക്കാലം ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെന്നേ. ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഏറ്റു പറയുകയെന്നേ. മറിയക്കുട്ടിമാര് ചട്ടിയായിട്ട് വന്ന് ഓർക്കുന്നില്ലേ? അതിനിടയാക്കിയത് ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയെന്നല്ല, കേന്ദ്ര സർക്കാർ നമ്മളെ ആക്രമിച്ചതുകൊണ്ടാണ്. സ്വാഭാവികമായ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം കേന്ദ്ര സർക്കാരിന് ഇപ്പോ ഈ പ്രഖ്യാപനത്തിന് ആവശ്യമായ 10,000 കോടിയിൽ ഒരു വലിയ തുക കേന്ദ്ര സർക്കാർ ഇപ്പൊ തരുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യത്തിലല്ല കേരളത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോണത്. പിന്നെ താൻ എന്താണ് വലിയ വർത്തമാനം പറഞ്ഞത്? അവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ പൊരുത്തപ്പെടും ശ്രീ അനിൽകുമാർ? കേന്ദ്ര സർക്കാർ മുറുക്കിയത് കൊണ്ട് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാനായില്ല, ചട്ടി എടുക്കേണ്ടി വന്നു. ഇത് താങ്കൾ ഒരു 2 വാചകം മുമ്പാണ് പറഞ്ഞത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അതെ, ഞാനത് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഞാൻ പറയുന്ന പോയിന്റ് എന്താണ്? കിബി വഴി കേരളത്തിനകത്ത് ഒരു 75,000 കോടി രൂപയുടെ പദ്ധതി എടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത്? ആ കിബിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയെന്ന് പറയുന്നത് കേരളത്തിന്റെ തനത് വർഷത്തെ കടമെടുക്കാനുള്ള അവകാശത്തെ വെട്ടിക്കുറയ്ക്കും. ആ പെൻഷൻ മുടങ്ങുന്ന തരത്തിൽ വെട്ടിക്കുറച്ച് പെൻഷൻ മുടക്കിച്ചു കേന്ദ്രം. കേന്ദ്രം പണം തരാത്തതല്ല പ്രശ്നം. നമുക്കിപ്പോൾ 42,000 കോടി രൂപ എടുക്കാൻ അവകാശമുണ്ട്. ഈ അവകാശത്തിൽ വെട്ടിക്കുറച്ച് വരുത്തിയാലോ? തൽക്കാലം ചിലത് മാറ്റി വെക്കേണ്ടി വരും. പെൻഷൻ മുടങ്ങി. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി മുടങ്ങില്ല എന്ന് പറയാൻ കാരണം എന്താണ്? പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ഈ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങൾ കടബാധ്യത 9ാം സ്ഥാനത്തായിരുന്നു. നിങ്ങളിപ്പോൾ 15ാം സ്ഥാനത്തേക്ക് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ കടം കുറഞ്ഞ ഗവൺമെന്റാണ്. ഈ ജനത്തിന് 1,600 രൂപ പോലും വലിയ തുകയായി വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ആ 64 ലക്ഷത്തോളം ആളുകൾക്ക് 1,600 ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അതൊരു 1 മാസം മുമ്പ് കൊടുക്കാൻ പറ്റില്ലേ എന്നാണ് എന്റെ ചോദ്യം. അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലെത്തിയത്? അതോ നിങ്ങൾക്ക് ഇപ്പോ മറ്റന്നാൾ പൈസ കൊടുക്കാവുന്ന രീതിയിൽ ഒരു വലിയ പൈസ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് ഇപ്പൊ വന്നോ? ഇപ്പൊ ഏതാണ്ട് വലിയ പൈസ ഇങ്ങോട്ട് ഒഴുകി എത്തിയിട്ട് തുടങ്ങിയതല്ലത്. അത് ആദ്യം തിരിച്ചറിയണം. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ളൊരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല. നമ്മളൊരു ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താ? 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് ഒരു മുൻഗണനാ അടിസ്ഥാനത്തിലാണ്. 6 മാസക്കാലം കൂടി ഈ ബഡ്ജറ്റിന്റെ കാലാവധി ഉണ്ട്. അതിന്റെ അകത്ത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കേരള സർക്കാരിന് നല്ല ധാരണയുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട. വരവിനകത്തും ചെലവിനായിട്ട് കണക്കാക്കുമ്പോൾ ഒരു 10,000 കോടി കുറവുണ്ടോ? കുറച്ച് ട്രഷറി ബില്ല് അത് ഏപ്രിലേക്ക് മാറ്റി വെക്കപ്പെടും. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ശേഷി കേരളത്തിലുണ്ടെന്നേ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമാണ്. നിങ്ങളൊരു കാര്യം തിരിച്ചറിയേണ്ടത് 68,000 കുടുംബങ്ങളെ അതിദാരിദ്ര്യ വിമുക്തമാക്കി. വിമൂലനത്തിന് വക്കീലെ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂല. പ്രധാനപ്പെട്ട ചോദ്യം ഈ ഘട്ടം എന്തുകൊണ്ട് എന്നുള്ളതാണല്ലോ. നോക്കൂ, ഈ PM ശ്രീ എന്തിനാണ് നിങ്ങളുടെ നയമല്ല, അതിനോട് യോജിപ്പില്ല, അത് നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം എത്ര കോടിയാണ്? 1500 കോടി താഴെ അല്ലേ? ആ പൈസയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ നയങ്ങളെ ബലി കൊടുത്ത് അതിൽ ഒപ്പിടാൻ പോയത്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ചില അടവ് നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഈ 10,000 കോടി ഇങ്ങനെ നിങ്ങൾക്ക് ചില ഫണ്ട് അങ്ങോട്ടൊക്കെ മാറ്റി ഈ സാമ്പത്തിക വർഷാവസ്ഥത്തെ വരെയുള്ള സാമ്പത്തിക മാനേജ്മെന്റ് പറ്റുമെങ്കിൽ പിന്നെ PM ശ്രീ വേണ്ടെന്നേ, ഞങ്ങൾ ഒപ്പിടാൻ സൗകര്യമില്ലെന്നേ എന്ന് പറയണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മുന്നണിയിലെ തലവേദനകൾ ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതിലൊറ്റ വാക്കേ ഉത്തരവുള്ളൂ. ഒന്ന്, PM ശ്രീയിൽ നിന്നും ഒത്തിരി പൈസ കിട്ടുന്നില്ല. PM ശ്രീയിൽ നിന്നും 5 കൊല്ലം കൊണ്ട് കുറച്ച് കാശ് കിട്ടും, 150 കോടി വേണ്ട കിട്ടുള്ളൂ. അതൊന്നും കേരളത്തിന് ആവശ്യമില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വർഷം ചെലവഴിക്കുന്ന 25,000 കോടിയാണ്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോകും. പിന്നെ എന്തിനാണെന്ന് നിങ്ങൾ നോക്കൂ, താങ്കൾ തിരുത്തുന്നത് താങ്കളുടെ എന്റെയും വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഒരു റൂട്ട് പറഞ്ഞ നിന്നെ തന്നെ ചാമ്പുക. 25,000 കോടി രൂപ ഒരു വർഷം ചെലവ് ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിന് ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട്. ആ 25,000 കോടിയിൽ നിന്ന് 1,500 കോടി പെട്ടെന്ന് ഇല്ലാതായാലോ? കേന്ദ്ര സർക്കാർ SSKയിൽ തരേണ്ട ഫണ്ടാണ്, PM ശ്രീയുടെ ഫണ്ടല്ല. SSKക്ക് 2 കൊല്ലമായിട്ട് കിട്ടേണ്ട കാശ് തരുന്നില്ല. തരാതെ വരുമ്പോൾ ധനകാര്യ വകുപ്പ് തൽക്കാലം ആ കാശ് അഡ്ജസ്റ്റ് ചെയ്തു. ആ 1,500 കോടി രൂപ കൂടി ഇപ്പൊ കയ്യിലുണ്ടെങ്കിലേ പെൻഷൻ ചിലപ്പോൾ 2,900 ആക്കിയേനെ. ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ മണ്ടനല്ല ഞാൻ. അതൊക്കെ അങ്ങേർക്കും അറിയാം, എന്തെങ്കിലും പറയണ്ടേ. കേന്ദ്ര സർക്കാർ നെല്ലിന് വില തരുന്നില്ല. 2,600 കോടി അവിടെ തരാൻ ബാക്കിയുണ്ട്. 30 രൂപ നെല്ലിന് വിലയാക്കിയിട്ടുണ്ട്. സമയത്ത് തരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 31 ആക്കിയേനെ. ഓക്കെ, സമയത്ത് നെല്ലിന് വില കിട്ടിയാൽ 30 എന്നുള്ളത് 31 ആക്കി കൊടുക്കാവുന്നേ. ശരി. റബ്ബറിന് ഇപ്പൊ 200 വില തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ സമയത്ത് തരേണ്ട കാശ് കൊണ്ട് തന്നാൽ മതി. ബാക്കി നമ്മൾ കേരളത്തിൽ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നു. ഇന്ത്യയിൽ ഏറ്റവും മികവാർന്ന അനുവദിക്കരുത്, വാദമാണ്. ഒരു കാര്യം ശ്രീ അനിൽകുമാർ, ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് തോന്നിപ്പിക്കുന്നു. ഇതേ പ്രഖ്യാപനങ്ങളിൽ തന്നെ ഉള്ള വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നെല്ല് സംഭരണത്തിന് ബാക്കി തുക ഉടൻ നൽകും. അതേതാണ് ഉടൻ? ഇപ്പം നടപ്പാക്കേണ്ട പൈസയാണ് ഈ ദിവസങ്ങളിൽ. അതില്ല, അത് ഉടൻ എന്നേ ഉള്ളൂ. എന്നിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അപ്പൊ അവിടെയാണ് ഇതിന്റെ സംശയം. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ പൈസ, നേരിട്ട് പൈസ എന്നുള്ളത് ഈ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും മികച്ച വിജയ മാതൃകകളിൽ ഒന്നാണ്. നിശ്ചയമായ അത് ആളുകൾക്ക് സഹായവുമാണ്. അതുകൊണ്ട് പൈസ കൊടുത്ത് വോട്ട് വാങ്ങാനൊന്നും പറയാൻ പറ്റില്ല. അതിനപ്പുറത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട സഹായമാണ്, സംശയമൊന്നുമില്ല. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാ, അല്ലാതെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. എന്റെ കർത്താവേ, ഒരു ചെറിയ മിന്നല പോയി 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 പോയി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെങ്കിൽ എങ്ങനെയാണ് സപ്ലൈകോയ്ക്ക് 110 കോടി കുടിശ്ശികയായത്? സപ്ലൈകോ ചെയ്യുന്നത് എന്താണ്? സബ്സിഡൈസ്ഡ് സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതെങ്ങനെ 110 കോടി കുടിശ്ശികയായത്? നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില. ഒരു 2,600 കോടി രൂപ കിട്ടാനുള്ളത് സപ്ലൈകോയ്ക്കാണ് കേന്ദ്രം. ഈ 2,600 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ എത്ര വരും? 300 കോടി രൂപ വരും. അത് കേരള സർക്കാർ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് 2,600 കോടി കൃത്യമായിട്ട് കേന്ദ്രം തന്നാൽ അവർ തരാനുള്ള കാശാണ്. നെല്ലിന് വില അങ്ങോട്ട് കൊടുത്തതിന്റെ കാശാണ്, വേറെ കാശല്ല കേട്ടോ. നെല്ല് കൊണ്ടുപോയതിന്റെ കാശ് ഇങ്ങോട്ട് തരാനുള്ളതാണ്. അത് തരാത്ത കൊണ്ട് 300 കോടി രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ മില്ലുടമകൾ വരാത്തതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ നിന്ന് പരിഭവിച്ച് ആ യോഗമൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഈ നെല്ല് സംഭരണത്തിന് ബാക്കി പൈസ കൊടുക്കണം, അതിന് തുക ഉടനെന്നേ ഉള്ളൂ. അതെന്താ മുഖ്യമന്ത്രി പറയാത്ത പൈസ അതാ ഇപ്പൊ കൊടുക്കുന്നു? എന്ത് പറഞ്ഞാലും എന്റെ ഇപ്പൊ കാശില്ല. നെല്ലുടമകളുടെ ആവശ്യം എന്താണ്? കേരളത്തിൽ 100 ക്വിന്റൽ നെല്ലെടുത്താൽ 64 കിലോ കൂടുതൽ അരി കിട്ടത്തില്ല എന്നാണ് അവരുടെ വാദം. പക്ഷെ മോദി പറയുന്നത് 68 കിലോ അരി കളന്നാലേ നിങ്ങൾക്ക് 2,300 മോദി തരൂ. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. എന്റെ ചോദ്യം ഒന്നല്ല, ആ സാങ്കേതികത്തിലേക്ക് പോട്ടെ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? ആഹ്ലാദ പ്രകടനം നടത്തണം. പാർട്ടി സഖാക്കൾ മാത്രമല്ല, ഈ നാടിന്റെ വികസനം ഇതാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തൂ എന്ന് ആഘോഷിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് നെല്ല് സംഭരണത്തിലായി പൈസ ഉടൻ തരുന്നല്ല, ഇതാ അതിനുവേണ്ടി 150 കോടി എന്ന് മുഖ്യമന്ത്രി പറയാത്ത എന്താന്ന് എന്റെ ചോദ്യം. തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശ തന്നേൽപ്പിച്ചതല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നെല്ല് സംഭരണത്തിന് കൊടുക്കേണ്ട കാശ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന പോലെ കേന്ദ്രം തരാത്തതുകൊണ്ടാണ് ഈ കുടിശ്ശിക വരുന്നത്, അല്ലാണ്ട് ഇവിടെ കൊടുക്കാത്തതല്ല. ഒരു മാറ്റമില്ലല്ലോ. കേന്ദ്രം തരേണ്ട പൈസ കൂടി കേന്ദ്രം തരാത്തത് കൊണ്ട് നെല്ല് സംഭരണത്തിന് തുക ഉടൻ കൊടുക്കില്ല. പക്ഷെ കേന്ദ്രം തരാത്തത് കൊണ്ട് നാളെ തൊട്ട് 2,000 ആക്കാനുള്ള പൈസ സർക്കാരിന്റെ കയ്യിലുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1,000 രൂപ കൊടുക്കാനുള്ള 31 ലക്ഷം പേർക്ക് കൊടുക്കാനുള്ള പണവും സർക്കാരിന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്.